ഹലോ സാർ, അവരെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ആരുടെ? അരുൺ ഭാസ്കറിൻ്റെയോ? എന്നിട്ട് അയാളെന്താ പറയുന്നത്? അത് വിശ്വസിക്കാം സാർ. അയാൾക്കോ ഭാര്യക്കോ ഇപ്പം ആ പയ്യനുമായി യാതൊരു അടുപ്പമില്ല. അവരവനെ ഏതാണ്ട് എഴുതിത്തല്ല മട്ടാണ്. അതെ, അങ്ങനെയാണ് ഞാനും അറിഞ്ഞത്. അതേസമയം ഈ സാംകുട്ടിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ആളിത്തിരി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള കക്ഷിയാ. ഹൊസൂരിലോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവര് അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ സാർ? ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. വക്കീൽ സാറേ, നമസ്കാരം. നമസ്കാരം അരവിന്ദ. ഈയിടെയായിട്ട് അരവിന്ദനെ കാണാനേ കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഫുൾ ടൈം സമരമൊത്തല്ലേ സാറേ. ഇന്ന് വിജയകരമായി 85 ദിവസമാണ്. ഇത്രയും ദിവസം ഒരു ഗ്രാമം മുഴുവൻ ഭൂമാഫിയോട് ഏറ്റുമുട്ടി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. വരുന്ന 22-ാം തീയതി മിനിസ്റ്റർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അന്നത്തെ മീറ്റിംഗിൽ തീരുമാനമൊന്നും ആയില്ലെങ്കിൽ ഞങ്ങൾ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യും. അണിയൂരിലെയും പാലക്കടവിലെയും നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടുകളുടെ മുന്നിലേക്കും സമരം വ്യാപിപ്പിക്കാനാ സമരസമിതിയുടെ തീരുമാനം. വെരി ഗുഡ്. അപ്പോ നമ്മുടെ ചെറിയ ശബ്ദങ്ങൾ അധികാരികൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ചർച്ചയാകാമെന്ന് മന്ത്രി അറിയിച്ചത്. അതെ. ഏതായാലും അരവിന്ദന്റെയും കൂട്ടുകാരുടെയും വലിയ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടും സഹായമൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ബലം. സമരത്തിന്റെ 100-ാം ദിവസത്തോടനുബന്ധിച്ച് ഒരു പൊതുയോഗമുണ്ട്. വക്കീൽ സാർ ഉറപ്പായിട്ടും ഉണ്ടാകണം. ഉറപ്പായും വരും. ആ അരവിന്ദൻ ഇപ്പൊ തന്നെ കാണുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിയാ. എന്താണ് കാര്യം സാർ? പറഞ്ഞോളൂ. നമ്മുടെ അംബുജാക്ഷ സാറല്ലേ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന? നമ്മുടെ ഭൂമി അമ്മയിലെ അംബുജാക്ഷൻ സാർ, നമ്മുടെ അമ്പി അണ്ണൻ. അതെ, ആ പുള്ളിക്കാരൻ തന്നെ. അമ്പി സാർ ഇപ്പോ എവിടെയുണ്ടെന്ന് അറിയോ അരവിന്ദന്? അമ്പിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല സാറേ. ചിലപ്പോ നിൽക്കുന്ന നിപ്പിൽ ഒരു മുങ്ങലങ്ങ് മുങ്ങും. പിന്നെ 1-2 മാസം കഴിഞ്ഞ് പൊങ്ങിയെന്ന് പറയാം. അല്ല, സാറിനിപ്പോ അമ്പിയണ്ണനെ കണ്ടിട്ട് എന്തിനാ? ഒരാവശ്യമുണ്ട് അരവിന്ദ. ആളിപ്പോ എവിടെയുണ്ടെന്ന് അരവിന്ദൻ അറിയോ? 2 ആഴ്ച മുമ്പ് നമ്മുടെ സമരസമിതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചപ്പോ ആള് നോർത്തിൽ എവിടെ ആയിരുന്നു. നാട്ടിൽ ലാൻഡ് ചെയ്ത ഒരു വിളി അന്വേഷണമൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ ആളിപ്പോ ഈ സിറ്റി തന്നെ ഉണ്ട്. അമ്പിയണ്ണൻ ഇവിടെ ഉണ്ടോ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇത്തവണ പുള്ളിക്കാരന്റെ വിസിറ്റ് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യത്തിനാ. അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലും ആണ്. പക്ഷേ എനിക്ക് അമ്പി സാറിനെ നേരിൽ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ആളെവിടെയാണുള്ളതെന്ന് എനിക്കൊന്ന് അന്വേഷിച്ചറിഞ്ഞു തരാൻ പറ്റുമോ അരവിന്ദന്? അത്രേ ഉള്ളോ? അതിന് സാറ് വിഷമിക്കണ്ട. ആളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്നുള്ളൂ. പക്ഷെ അരവിന്ദ, സംഗതി പരമരഹസ്യമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് തികച്ചും പേഴ്സണലാണ്. അതുപോലെ ആരും അറിയും ചെയ്യരുത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആൾ ഇവിടം വിടാനുള്ള ചാൻസ് ഉണ്ട്. എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് അരവിന്ദനോട് ഞാൻ പിന്നീട് വിശദീകരിക്കാം. തൽക്കാലം ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്ക്. ഓക്കെ സാർ, അത് ഞാൻ ഏറ്റു. പുള്ളി സ്ഥിരമായി തങ്ങാറുള്ള സ്ഥലങ്ങൾ എനിക്കറിയാം. വന്നാൽ എന്തായാലും അവിടെ കോണ്ടാക്ട് ചെയ്തിരിക്കില്ല. ഓക്കെ, കഴിവതും വേഗമായ അത്രയും നല്ലത്. ദേ, അന്വേഷണം ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സാറിനെ പോലുള്ളവർ ഒരു കാര്യം ഏൽപ്പിച്ചാ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന പ്രശ്നമില്ലല്ലോ. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ശരി ശരി. എന്താ ജോബിൻ, നീ ഇത് എവിടെ പോകാനാ റെഡിയായി നിൽക്കുന്നത്? ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നു മമ്മി. നീയോ ഈ കണ്ടീഷനിലോ? എന്താ അബദ്ധോ ജോബിൻ നീ പറയുന്നത്? ഈ അവസ്ഥയിൽ നീ എങ്ങനെ വരുമെന്നാ? വേണ്ട മോനെ, ഞാൻ തനിച്ചു പോയിട്ട് വന്നോളാം. അതല്ല മമ്മി, എനിക്ക് മാളുവിനൊന്ന് കാണണം. എന്നാലേ എനിക്കൊരു സമാധാനാവൂ. മമ്മി വെയിറ്റ് ചെയ്യുക, ഞാനൊരു ടാക്സി ബുക്ക് ചെയ്യട്ടെ.
നമുക്ക് ഒരുമിച്ച് പോവാം. ജോബിൻ, മമ്മി പറയുന്നത് കേൾക്ക്. നീ ഇപ്പൊ എന്റെ ഒപ്പം വരണ്ട. വന്നാ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എൻ്റെ കാലിൻ്റെ പ്രശ്നമാണോ? അത് സാരമാക്കണ്ട മമ്മി. എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാം. അധികം പെയിനും ഇല്ല. തന്നെയല്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഒഴിക്കാമല്ലോ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ വീൽ ചെയറും ഉണ്ടാവും. കാര്യമൊക്കെ ശരി തന്നെയാ ജോബിൻ. നിന്റെ ഈ ബുദ്ധിമുട്ട് ഓർത്തല്ല ഞാൻ വരണ്ടാന്ന് പറഞ്ഞത്. നിന്നെ ഇങ്ങനെ അവിടെ കാണുമ്പോ മാളുവിന് സങ്കടം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ അവസ്ഥയിൽ അവളെ ഇനിയും അങ്ങനെ സങ്കടപ്പെടുത്തേണ്ടി വരുന്നത് ശരിയല്ല. അതുമാത്രമല്ല, അവളെ കാണുമ്പോ അറിയാതെ തന്നെ നീയും ഇമോഷണലായി പോവും. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും സത്യം നീ അറിയാതെ തന്നെ അവളോട് തുറന്നു പറയേണ്ടി വരും. ഇല്ല മമ്മി, ഞാൻ മാളുവിനെ ഒന്നും അറിയിക്കില്ല. സത്യമായിട്ടും ഞാൻ അവളോട് ഒന്നും പറയില്ല. അതൊക്കെ നീ ഇപ്പൊ പറയും. പക്ഷേ ജോബിൻ, മനസ്സിന്റെ കാര്യമാണ്. പിടിവിട്ട ഒരു നിമിഷത്തിൽ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണുപോയാൽ ആ നിമിഷം മാളുവിന് കാര്യം മനസ്സിലാകും. അറിഞ്ഞുകൊണ്ട് എന്തിനാ ജോബിൻ നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത്? അങ്ങനെ എല്ലാ വശവും ആലോചിച്ചിട്ടാ നീ ഇപ്പൊ അവളെ കാണാൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ ഈ പ്രൊഫഷനിൽ ജനനവും മരണവും അപകടങ്ങളും അപമൃത്യുവും ഒന്നും പുത്തിരിയല്ലെന്നറിയാം. അതിനനുസരിച്ച് നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും നിന്റെ ചോരയിൽ പിറക്കാനിരുന്ന ജീവനെ നഷ്ടമായി എന്നറിഞ്ഞപ്പോ അത് നിനക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ ജോബിൻ? മമ്മി, അതിന് കഴിയാത്തോണ്ടാണല്ലോ എനിക്ക് മാളുവിനെ ഒന്ന് അടുത്ത് കാണണമെന്ന് തോന്നുന്നത്. നിന്റെ ഈ മുഖം കാണുമ്പോ തന്നെ നടന്നതെന്താണെന്ന് മാളുവിന് മനസ്സിലാക്കാൻ കഴിയും. നഷ്ടപ്പെട്ടതോർത്ത് നിനക്കിപ്പോഴും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എങ്ങനെ കഴിയൂ അവൾക്കതിന്? മനസ്സും ശരീരവും വല്ലാതെ ദുർബലപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ ഒന്നും അറിയരുത്. ഇപ്പൊ തന്നെ മാളുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിന്നെ കാണുമ്പോ ഉറപ്പായും അവൾ അത് ചോദിക്കുകയും ചെയ്യും. അവളുടെ മുഖത്ത് നോക്കി നിനക്ക് കള്ളം പറയാൻ പറ്റുമോ? നീ അതിന് ശ്രമിച്ചാലും മാളുവിന് അത് മനസ്സിലാകും. ശരിയാ മമ്മി. മമ്മി പറഞ്ഞപ്പോഴാ എനിക്കതിന്റെ ഗൗരവം മനസ്സിലായത്. മാളു അതേപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അറിയാതെ വേണ്ട, ഞാൻ വരുന്നില്ല, മമ്മി തനിച്ച് പോയാൽ മതി, അതാ നല്ലതാ. പിന്നെ സ്റ്റെല്ല മാഡം പറഞ്ഞിട്ട് മാളുവിനോടെല്ലാം തുറന്നു പറഞ്ഞാൽ മതി. അതുവരെ അവളൊന്നും അറിയാതെ ശ്രദ്ധിക്കണമെന്ന് അങ്കിളിനോടും ആന്റിയോടും ഇന്ദിര മുത്തശ്ശിയോടൊക്കെ പറയണം. മമ്മി അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാൻ പോയിട്ട് വരാം. ഞാൻ ടാക്സി പറയാം മമ്മി. വേണ്ട, എനിക്ക് പോകുന്ന വഴി ഒന്ന് പള്ളിയിൽ കയറണം. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം. എന്താ ഇന്ദിരാമ ഇവിടെ നിൽക്കുന്നത്? അത് ഡോക്ടർ റൂമിലുണ്ട്. അശ്വതിയോ? അശ്വതി അവിടെയുണ്ട്. പിന്നെന്താ ഇന്ദിരാമ മാത്രം തനിച്ചിവിടെ നിൽക്കുന്നത്? അത് ഞാനിപ്പോ അവിടെ നിന്ന് ശരിയാവത്തില്ല ടീച്ചറെ. കാര്യം എന്താണെന്ന് പറ. അത് മോളോട് ഡോക്ടർ എല്ലാം തുറന്നു പറയാൻ പോയിരിക്കുക. അതറിയുമ്പോ അവളുടെ സങ്കടം എന്തായിരിക്കും എന്ന് ടീച്ചറിന് ഊഹിക്കാമല്ലോ. കാര്യമൊക്കെ ശരിയാ ടീച്ചറെ. ഇത്രയും നാളും പള്ളേ ചുമന്നൊരു ജീവൻ ഇനി മുതൽ ഇല്ലെന്നറിയുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സെന്തായിരിക്കും എന്ന് ടീച്ചറിന് ഊഹിക്കാമല്ലോ. അവളുടെ കണ്ണീര് കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ടീച്ചറെ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നെ. മുരളി ഇല്ലേ അവിടെ? മുരളി പുറത്തോട്ട് പോയിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവനും ഇത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടാവില്ല. അതുകൊണ്ട് എന്തോ ഒരു കാരണം പറഞ്ഞ് പുറത്തിറങ്ങിയതാവും. ടീച്ചർ എന്നാ ചെല്ല്, പോയി അവളെ കാണും. ടീച്ചറിനെ കാണുമ്പോ അവക്കൊരു സമാധാനമാവുമെങ്കിലോ. അശ്വതി ഉണ്ടല്ലോ അവിടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. ഇന്ദിരാമ പറഞ്ഞതുപോലെ
എനിക്കും അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. തന്നെയുമല്ല, ഇപ്പൊ എന്നെ കണ്ട അവളുടെ സങ്കടം കൂടുകയുള്ളൂ. അത് ശരിയാ. ഒന്ന് ആറി തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ടീച്ചറെ. ഈശ്വര, എന്റെ കുഞ്ഞിനത് സഹിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കണേ. പോട്ടെ മോളെ, നമ്മൾ കൊതിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ, ഈശ്വരനും കൂടി തോന്നണ്ടേ. ഞങ്ങൾക്ക് നിന്നെയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അതോർത്ത് നമുക്ക് സമാധാനിക്കാം. മാളവിക, അമ്മ പറഞ്ഞതാ ശരി. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കുട്ടി. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു. എന്നിട്ടും ആ അറ്റംപ്റ്റ് പരാജയപ്പെട്ടെങ്കിൽ അത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്ക്. നിങ്ങളുടെ ലൈഫ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും ഒരമ്മയാകാനുള്ള ഭാഗ്യം കുട്ടിക്കുണ്ടാവുമല്ലോ. അമ്മ, ഡോക്ടർ പറഞ്ഞോ? ജോബിനോട് ഡോക്ടർ തന്നെയാ പറഞ്ഞത്. നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞങ്ങൾ ഇതുവരെ ഇത് നിന്നെ അറിയിക്കാതിരുന്നത്. പക്ഷേ എപ്പോഴായാലും മാളവികയെ സത്യം അറിയണമല്ലോ. കുട്ടിയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സങ്കടപ്പെടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ നഷ്ടം മാളവികയുടെ തുടർന്നുള്ള ലൈഫിനെ ബാധിക്കാതെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഏതൊരു സ്ത്രീയുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനെ നല്ല ഉൾക്കരുത്തോടെ വേണം നേരിടാൻ. ജോബിനും ടീച്ചറും മാളവികയുടെ പാരൻസും ഞങ്ങൾ എല്ലാവരും തൻ്റെ കൂടെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ഈശ്വരൻ ഇനിയും കുഞ്ഞുങ്ങളെ തന്ന് നിന്നെ അനുഗ്രഹിക്കും മോളെ. മാളവിക, ആർ യു ഓൾ റൈറ്റ്? ഓക്കെ അല്ലേ താൻ? ഗുഡ്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. അപ്പോഴേക്കും നല്ല മിടുക്കി കുട്ടിയാവണം. മാളവിക വേണം മറ്റുള്ളവർക്ക് ധൈര്യവും ആശ്വാസവും കൊടുക്കേണ്ടത്. ഓക്കെ? മനസ്സിനും ശരീരത്തിനും ഒട്ടും സ്ട്രെയിൻ കൊടുക്കരുത്, കേട്ടല്ലോ? മാളവികയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ വീട്ടുകാരായിട്ട് അവളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതിരുന്നാൽ മതി. അപ്പൊ ശരി, എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഡ്യൂട്ടി റൂമിൽ അറിയിച്ചാൽ മതി. ശരി ഡോക്ടർ. പോട്ടെ മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ അതേപ്പറ്റി ഓർക്കാതിരിക്കാൻ ശ്രമിക്കാം. എന്നാലും ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് കൊതിച്ചു പോയി അമ്മ. ഇനി ഞാനത് മോളെ, ഒന്നുമില്ല. ഇനിയും മാളവികയിൽ നിന്ന് നമ്മൾ ഈ വിവരം മറച്ചു വെച്ചിട്ട് കാര്യമില്ല ടീച്ചർ. എത്രയും വേഗം അവൾ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. ആദ്യമൊന്നു ബേസ്റ്റ് ഔട്ട് ആയെങ്കിലും മാളവിക പതുക്കെ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. അവള് ഭയങ്കര സെൻസിറ്റീവാണ് ഡോക്ടർ. അതുകൊണ്ട് തന്നെ അവൾ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഏതായാലും ഡോക്ടർ തന്നെ ഈ കടമ്പ കടന്നു കിട്ടാൻ സഹായിച്ചല്ലോ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഞാൻ ജോബിനുമായി ഈ കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ടീച്ചറുടെ ഈ ഭയം ജോബിനും ഉണ്ടായിരുന്നു. ജോബിനും കൂടി പറഞ്ഞിട്ടാണ് ഇന്ന് തന്നെ മാളവികയോട് ഇക്കാര്യം സംസാരിക്കാമെന്ന് വെച്ചത്. മാളവികയ്ക്ക് ഇതിനു മുമ്പ് ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു അല്ലേ? ഉവ്വ്, അങ്ങനെയൊരു സ്റ്റേജിലാ ഞാനും ജോബിനും മോളെ ആദ്യം കാണുന്നത്. അതിൽ നിന്ന് അവളെ മാറ്റിയെടുത്തത് ജോബിനാ. അങ്ങനെയാ അവർ തമ്മിൽ പരിചയത്തിലാവുന്നതും പിന്നെ ആ സൗഹൃദം വിവാഹത്തിലെത്തുന്നതും. ഉവ്വ്, അപ്പുവായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥകളൊക്കെ കുറച്ചൊക്കെ എനിക്കും അറിയാം. ജോബിൻ എന്നോട് ബ്രീഫ് ചെയ്തിരുന്നു. ആ കുട്ടി എൻ്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. സർജറിക്ക് തൊട്ടു മുമ്പ് എന്തോ പേഴ്സണൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടി സ്വന്തം ഇഷ്ടത്തിന് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവുകയായിരുന്നു. ആ, അതൊന്നും മാളൂനെ അറിയിച്ചിട്ടില്ല. അറിഞ്ഞ അവൾക്കും സങ്കടമാകും. അത്തരം കാര്യങ്ങളൊന്നും തൽക്കാലം മാളവിക അറിയാതിരിക്കുന്നതാ നല്ലത്. ആ, പിന്നെ ഒരു കാര്യം, മാളവിക ഇക്കാര്യത്തിൽ നോർമൽ രീതിയിലാണ് റിയാക്ട് ചെയ്തതെങ്കിലും കുറച്ചു ദിവസം കൂടി എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണം.
ഒരു ഡിപ്രഷൻ ടെൻഡൻസി ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കരുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വല്ലതും മാളവിക പോകുന്നത് കണ്ടാൽ നല്ലൊരു കൗൺസിലിംഗ് നൽകണം. ആ, അതൊക്കെ ജോബിനുണ്ടല്ലോ വേണ്ടതുപോലെ ചെയ്യാൻ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെന്നേ ഉള്ളൂ. മനസ്സിലായി ഡോക്ടർ. ജോബിന് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ വരാതിരുന്നത്. പിന്നെ മാളുവിനോട് ഈ കാര്യം നേരിട്ട് പറയാൻ അവനും നല്ല വിഷമമുണ്ടായിരുന്നു. എങ്ങനെയാണ് അവൾ റിയാക്ട് ചെയ്യുന്നതെന്ന് ഒരു ടെൻഷൻ. എന്നോട് പറഞ്ഞിരുന്നു. ആ, ഏതായാലും ആ കൺഫ്യൂഷൻ ഇപ്പോൾ ഒഴിവായല്ലോ. ഇനി മാളവികയ്ക്ക് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ ഒരുക്കുക എന്നതാണ് പ്രധാനം. ഇനി എത്ര ദിവസം കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഡോക്ടർ? ഏതായാലും 2 ദിവസം കൂടി നമുക്ക് നോക്കാം. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകാം. പോരെ? അത് മതി. ഞാൻ ജോബിനെ ഒന്ന് വിളിച്ചു പറയട്ടെ. ശരി, കാണാം. ശരി. അരുത്, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. അരുത്, എനിക്കെന്റെ കുഞ്ഞിനെ കൊണ്ടുപോരുത്. അയ്യോ, എന്റെ കുഞ്ഞ്. എന്താ എന്തു പറ്റി? മാളു, എന്തു പറ്റി? എന്താ മോളെ? കരയല്ലേ കരയല്ലേ മോളെ? എന്താ സ്ഥിതി? എന്താ പറ്റിയേ മാളു? എന്താ മോളെ? പാവം, സ്വപ്നം കണ്ട് പേടിച്ചതാന്ന് തോന്നുന്നു. എന്തൊക്കെയോ പിച്ചുമയും പറഞ്ഞാ ചാടി എഴുന്നേറ്റത്. അമ്മ, അവരെന്റെ കുഞ്ഞിന്. ആരാ മോളെ? ആരുടെ കാര്യം നീ പറയുന്നേ? മാളു, നിന്നോട് ഇതേക്കുറിച്ച് അമ്മയെ ഞാനും വിശദമായിട്ടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നീ ആരെയും ഇങ്ങനെ പേടിക്കുന്നത്? അന്ന് രാത്രി ശരിക്കും എന്താ മോളെ സംഭവിച്ചത്? നീ ധൈര്യമായിട്ട് അച്ഛനോട് തുറന്നു പറ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറ മാളു, എന്താ? എന്ത് കാര്യമാണെങ്കിലും നീ ഞങ്ങളോട് പറ. ആരും അറിയാതെ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാംന്നേ. നിന്റെ അച്ഛനല്ലേ ഉറപ്പ് പറയുന്നത്? മോള് പറ. അന്ന് നീ ആരെങ്കിലും അവിടെ കണ്ട് പേടിച്ചോ? പറ മോളെ. ഞങ്ങൾ ആരോടും പറയില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ഇല്ല, ഒന്നുമില്ല. ഞാനെന്താ സ്വപ്നം കണ്ടതാ? ഇപ്പോഴത്തെ കാര്യമല്ല ചോദിച്ചത്. അന്ന് രാത്രി അവിടെ എന്താ സംഭവിച്ചത്? നീ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ? നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മോളെ. എന്താണെങ്കിലും അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നല്ലേ പറഞ്ഞത്? മോള് ധൈര്യമായിട്ട് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നുമില്ല. ഞാനെന്തോ സ്വപ്നം കണ്ടതാ.